ഞാൻ പറയുന്നത് ഒരു കഥയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ പറഞ്ഞതിൽ നിങ്ങൾ പറഞ്ഞ മുർത്തദ് സെൻറ്റർ എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടാണ് നിങ്ങളിത് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മുസ്ലിം സാഹചര്യത്തിൽ വന്ന ഒരാൾ മദ്രസയിൽ കൊണ്ടാക്കുന്നു. അത് ചെറിയ 4 മുതൽ 5 വയസ്സ് തന്നെ ഈ ദൈവചിന്തകളും കാര്യങ്ങളും പറയുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ മാറുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇസ്ലാമിക് കോളേജിൽ കൊണ്ടാക്കണോ അല്ലെങ്കിൽ ഇസ്ലാമിക് സ്കൂൾ കൊണ്ടാക്കണം. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 18 വയസ്സ് വരെ പഠിപ്പിച്ചിട്ട് 18ാമത്തെ വയസ്സിൽ തുല്യതാ പഠനം. അപ്പോൾ മാതാപിതാക്കൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇവനൊരു ഇസ്ലാമിക് കൾച്ചറുള്ളൊരു കുട്ടികളാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ വളർന്ന ഒരാൾ ഒരു ദിവസം നിങ്ങളെപ്പോലുള്ളവർ കേട്ടു. നിങ്ങൾ ആരിഫ് ഹുസൈനാണ്, ലിയാഖത്ത് അലിയാണ്, അല്ലെങ്കിൽ അതേപോലുള്ള ആളുകൾ കേട്ടിട്ട് മാനസാന്തരം വന്നു. ഞാൻ ഇനി മുതൽ മതം വിടാൻ തീരുമാനിച്ചു, അതായത് മുർത്തദ്ദായി. ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ, ഒന്ന് വിവാഹമോചനം. ഇത് രണ്ടും പള്ളിൻ്റെ കയ്യിലാണ് എപ്പോഴും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഇല്ലാണ്ട് നടക്കില്ല. വിവാഹമോചനം, സ്വത്ത് തർക്കം. ഉദാഹരണത്തിന് ആണുങ്ങളെക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതാണ് പെണ്ണുങ്ങൾക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടുള്ള ഒരു നീതി നിഷേധമാണ്. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈനായിട്ടുള്ള 3 ആണുങ്ങളും ഒരു പെണ്ണും ഉള്ളൊരു കുടുംബത്തിൽ ഒരു പെണ്ണ് മനസ്സിലാക്കണോ, ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കണോ ഇസ്ലാമിൻ്റെ വിധികൾ നീതി നിഷേധമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ പുറത്തു വരാൻ തയ്യാറുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ആണാണെങ്കിലും പുറത്തു വരാവുന്ന സമയത്ത് നിങ്ങൾ അനുഭവിച്ച പോലെയുള്ള പ്രശ്നങ്ങൾ ഇതാക്കുമ്പോൾ അവർക്ക് വേണ്ടത് കംഫർട്ട് സോണല്ല. അവരെ എങ്ങനെ ഒരു ബെറ്റർ പേഴ്സണായിട്ട് ഈ സൊസൈറ്റിയിൽ ആക്സെപ്റ്റഡ് ആകും എന്നുള്ളിടത്താണ് നിങ്ങളെപ്പോലുള്ളൊരു വിജയം. അല്ലാതെ അവർ വ്യക്തിപരമായിട്ട് അവർ പോയിക്കോട്ടെ, അതല്ല അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണെന്ന് നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ മതത്തിൽ നിങ്ങൾ പ്രസംഗിച്ച് നിങ്ങൾ അവരുടെ മതത്തിൽ നിന്ന് മതം മാറ്റി. അതായത് കേരള കിമ്മ് ഒക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. കേരള ഇസ്ലാമിക് മിഷൻ പോലെ പ്രവർത്തിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ അവരുടെ മതം മാറ്റി അല്ലെങ്കിൽ മനം മാറ്റി മതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നവർക്കുള്ള ചോയ്സ് എന്താണ്, വഴി എന്താണ്? അപ്പോൾ അവർ വിവാഹമോചനത്തിനോടെ പോകും, അവർ വിവാഹത്തിനോടെ പോകും, അല്ലെങ്കിൽ സ്വത്ത് തർക്കം, മനസ്സിലായി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ മുർത്തദ് സെൻറ്റർ എന്നൊരു പേര് മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രവർത്തനങ്ങൾ പുറകെ വരാനിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞതിനകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്, മതമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കല്യാണം കഴിക്കും എന്നാണ്. മരിച്ചാൽ എങ്ങനെ കുഴിച്ചിടും. ഇതാണ് പ്രധാനപ്പെട്ട 2 കൺസേൺ. മക്കളെ കല്യാണം, മരിച്ചാൽ എന്ത് ചെയ്യും, മയ്യത്ത് എന്ത് ചെയ്യും എന്നുള്ളത്. സ്വത്ത് തർക്കം സിവിൽ വേറെ വ്യവഹാരമാണ്. ഞാൻ പറയുന്നത് വ്യക്തിയെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യമാണ്. ഈ സ്വത്തിലേക്ക് വരാം. 2 പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്ന്, നമ്മളുടെ അവയർനെസ്സിൻ്റെ പ്രശ്നമുണ്ട്. കാരണം മതമില്ലാത്തവർക്ക് കല്യാണം കഴിക്കാനാണ് ഓപ്ഷൻസ് കൂടുതലുള്ളത്. ഇസ്ലാമെന്ന് പുറത്തു വന്നാലും, അതേപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി വിട്ട് പുറത്തു വന്നാലും, ഹിന്ദു മതത്തിൽ നിന്ന് പുറത്തു ചാടിയാലും അയാൾക്ക് കല്യാണത്തിനുള്ള സാധ്യതകൾ പിന്നെ കൂടുകയാണ് ചെയ്യുന്നത്. കല്യാണത്തിൻ്റെ സാധ്യത ഒരിക്കലും കുറയുന്നില്ല. പിന്നെ ഞാൻ കാണുന്നത്, മതമില്ലാതായ അച്ഛൻ തൻ്റെ മകളെ ഏതെങ്കിലും ഒരു മുസ്ലിം യുവാവിന് പള്ളിയിൽ വെച്ച് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ തടസ്സമാവുമല്ലോ എന്ന് പേടിച്ചിട്ട് പറയാത്തവരുണ്ട്. അത് പ്രശ്നം വേറെയാണ്. അപ്പോൾ ഇത് അവയർനെസ്സിൻ്റെ പ്രശ്നമുണ്ട്. മരണപ്പെട്ടാൽ എന്ത് ചെയ്യും മയ്യത്ത്? മരിച്ചാൽ മയ്യത്ത് കബറടക്കാൻ പള്ളി കബറിസ്ഥാനും അതേപോലെ തന്നെ പള്ളി സെമിത്തേരിയും മാത്രമേ ഉള്ളൂ എന്ന തെറ്റിദ്ധാരണയിൽ നിന്നുള്ള പ്രശ്നമാണ്. അതിന് പൊതു സംവിധാനങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ഇല്ലേ? എല്ലാ പഞ്ചായത്തുകളിലും പൊതു ശ്മശാനങ്ങളുണ്ട്. ഇല്ലെങ്കിൽ അത് ഒരു പൗരൻ്റെ അവകാശമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നമില്ല. പിന്നെ ഉള്ളത്, ഇത് വിട്ടുവന്ന എങ്ങോട്ട് പോകണം എന്നൊരു പ്രശ്നമുണ്ട്. അതിൽ ആശയപരമായിട്ടുള്ളൊരു വ്യക്തത, കൃത്യത ഉണ്ടാവുക എന്നതും നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ അവയർനെസ്സും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദിശാബോധം നൽകുന്നതിനുള്ള ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം വാസ്തവത്തിൽ മതം വിട്ടു വരുന്നവർക്ക് വേണം, പ്രത്യേകിച്ച് ഇസ്ലാം ഉപേക്ഷിച്ച് വരുന്നവർക്ക് വേണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. കാരണം മതം എത്ര വൈകാരികമായിട്ടാണ് അയാൾ ആ മതത്തിലായിരുന്നത് എന്നതിനനുസരിച്ച് അയാൾ മതം വിടുമ്പോൾ നേരിടുന്ന വ്യക്തിപരമായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കും. ചില ആളുകൾക്ക് ഒരു കാലഘട്ടം വരെ എൻ്റെ ജീവിതം നശിപ്പിച്ച ഈ മതത്തെ മാത്രമല്ല മതത്തിലുള്ള മനുഷ്യരെ മുഴുവൻ നശിപ്പിക്കണം എന്നൊരു ത്വര വരും. അങ്ങനെ വന്ന ആൾക്കാരെ എനിക്കറിയാം. അതൊരു പ്രശ്നമാണ്. അപ്പം മതമില്ലാതായതുകൊണ്ട് എന്തെങ്കിലും ആയി എന്ന് ചിന്തിക്കുന്ന ആളെയല്ല ഞാൻ.
ഒരാൾക്ക് മതവിശ്വാസം ഉണ്ട് എന്നതുകൊണ്ട് മാത്രം എന്തോ പ്രശ്നമുണ്ടെന്നോ, ഒരാൾക്ക് മതവിശ്വാസം മാത്രമാണ് പോയതുകൊണ്ട് എല്ലാം ശരിയായി എന്നോ ചിന്തിക്കുന്ന ഒരാളേ അല്ല ഞാൻ. പ്രശ്നങ്ങൾ ബഹുമുഖമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഒരാൾ മതത്തിലായിരിക്കുമ്പോൾ ഇതര മതങ്ങളെ അല്ലെങ്കിൽ മതത്തിലുള്ള മനുഷ്യരെ എങ്ങനെ കാണുന്നു എന്ന അതേ മനോഭാവത്തോടു കൂടി മതം വിട്ടു വന്നിട്ട് മുർത്തദ്ദുകളൊക്കെ വേറെ കണ്ണിലും അല്ലെങ്കിൽ യുക്തിവാദികൾ നിരീശ്വരവാദികളെ വേറൊരു ഇൻ ഗ്രൂപ്പായിട്ടും ബാക്കിയുള്ളവരൊക്കെ പണ്ടത്തെ പോലെ കാഫറിനെ പോലെ കാണാൻ തുടങ്ങി എന്ത് ചെയ്യാൻ പറ്റും? പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു ഓറിയൻറ്റേഷൻ വേണം. മതം വിടുക എന്നത് എന്തിനു വേണ്ടി മതം വിട്ടു, എന്തിനു വേണ്ടി മതം വിട്ടു എന്നും, എന്താണ് മതം വിടുന്നതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നും, എന്താണ് മതം വിടുന്നതിലൂടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടുന്ന പോസിറ്റീവായിട്ടുള്ള ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ദിശാബോധം ഇത്തരം ആളുകൾക്ക് ആവശ്യമാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നിർബന്ധമായിട്ട് ഇപ്പോൾ ഒരാളെ കൊണ്ടുപോയിരുത്തി സ്പൂൺ ഇങ്ങനെ കാല് വെച്ച് കിടത്തി കൊടുക്കാന്നല്ല, ആവശ്യമുള്ള ആളുകൾക്ക് അതിനുള്ള സപ്പോർട്ട് കൊടുക്കണം. പല ആളുകളും കടുത്ത പ്രയാസങ്ങളിലൂടെ, ഇപ്പോൾ ഈ മതം വിട്ട സമയത്ത് അയാൾ നേരിടുന്ന സാമൂഹികവും സാമ്പത്തികവും ഈ പറഞ്ഞ പല പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ നേരിടും, പ്രയാസങ്ങളുണ്ടാവും. എങ്ങനെ പ്രതികരിക്കണം എന്നറിയാം, ഇമോഷണൽ ആയിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ എല്ലാം കൂടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ചിലപ്പോൾ നമ്മളല്ലാതായി പോകും. അപ്പോൾ ഇതിലൊക്കെ ആളുകൾക്ക് വ്യക്തിപരമായിട്ടുള്ള പിന്തുണ ആവശ്യമുണ്ട്. അതൊക്കെ കൊടുക്കാൻ മുർത്തദ് സെൻറ്റർ തയ്യാറാണ്. മറ്റേ പ്രശ്നം വേറെയാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് കല്യാണമായാലും മരണമായാലും, നിങ്ങൾ വേറെ എന്തോ ഒരു കാര്യം കൂടി പറഞ്ഞു, സ്വത്ത്, അത് മനസ്സിലായി. അത് നിയമപരമായി നിലനിൽക്കുന്ന പ്രശ്നമാണ്. ഇപ്പോൾ മുസ്ലിം സമൂഹത്തിനകത്ത് തന്നെ അത്തരം പ്രശ്നങ്ങൾ പരിഗണിക്കാൻ ആൾക്കാർ ചെയ്യുന്നത്. ഇപ്പം പെൺകുട്ടികൾ മാത്രമുള്ള രക്ഷിതാക്കൾ അവർ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് കണ്ടു ഈ അടുത്ത്. ഞാൻ മനസ്സിലാക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ ചെയ്തു, കടുത്ത വിശ്വാസികൾ വരെ ചെയ്യുന്നു. അതെന്താ വെച്ചാൽ നിയമപരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ മതനിയമം, ഇപ്പം ഞാൻ ഇതൊക്കെ ഈ വയൽ പറഞ്ഞിട്ട് എനിക്ക് ഇന്നിവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ പരിഗണിക്കാൻ പോകുന്നത് മുസ്ലിം കുട്ടികളായിട്ടാണ്. ഇതിനെ മറികടക്കേണ്ടത് നിയമപരമായ മാർഗത്തിലൂടെയാണ്, നിയമനിർമ്മാണത്തിലൂടെയാണ്, ഭരണഘടനാപരമായിട്ടുള്ള തിരുത്തലുകളിലൂടെ നമ്മുടെ അവകാശം സ്ഥാപിക്കുന്നതിലൂടെയാണ്. അതിനു വേണ്ടത് രാഷ്ട്രീയവും നിയമപരമായിട്ടുള്ള പോരാട്ടമാണ്. അത് വേറെ ഒരു ഭാഗത്ത് നടക്കും. മതം വിടുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ നേരിടുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അയാളുടെ ലക്ഷ്യബോധം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറെയാണ്. മുർത്തദ് സെൻറ്റർ ഇതിലൊക്കെ നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു മുർത്തദ് സെൻറ്റർ പ്രധാനമായിട്ട് എടുക്കുന്ന ഒരു വിഷയമാണ് വിദ്യാഭ്യാസ അവകാശ നിഷേധം എന്ന് പറയുന്ന പ്രശ്നം. ഇത് ഞാൻ സമരം ചെയ്യാൻ പോകുന്നത് മുസ്ലിം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മുർത്തദുകൾക്ക് വേണ്ടിയിട്ടല്ല, മുസ്ലിം കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന സമരമാണ്. അപ്പം കാരണം നമ്മളുടെ നിർബന്ധിതവും സാർവത്രികവുമായ വിദ്യാഭ്യാസത്തിൻ്റെ നിയമത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് 14 വയസ്സ് വരെയുള്ള കുട്ടികൾ സ്വാഭാവികമായിട്ടുള്ള സ്കൂൾ പഠനത്തിന് അർഹരാണ്. അവർ രാവിലെ സ്കൂളിൽ പോയി വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്ന രീതിയിൽ എന്താണോ സ്കൂളിൻ്റെ നിയമം, ആ സ്കൂൾ നിയമത്തിൽ വിദ്യാഭ്യാസം, ആ അവകാശം നഗ്നമായി ലംഘിച്ചുകൊണ്ട് നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായി വന്ന ഒരു വലിയ പ്രശ്നം, ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു നിരീശ്വരവാദ സംഘടനയുമായിട്ടുണ്ടായിരുന്ന വലിയ തർക്കം, ഈ അവകാശ നിഷേധം നേരിട്ട ഒരു വ്യക്തി സ്വന്തം അനുഭവം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള ഒരു എലമെൻറ്റ് മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ പ്രൊപ്പഗാണ്ടയ്ക്ക് തുടക്കം കുറിക്കുകയും, എന്നാൽ ആയിരക്കണക്കിന് കുട്ടികളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസ അവകാശ നിഷേധത്തിൻ്റെ പേരിൽ നിയമപരമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടെന്നും അതിനുള്ള അവസരമാണിതെന്നും അത് കൃത്യമായി നിറവേറ്റണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല പ്രശ്നങ്ങളുടെയും തുടക്കം. ഞാൻ വേറെ പേരുകളൊന്നും പറയുന്നില്ല. ഇന്ന് വരെ നിയമപരമായിട്ട് എന്തെങ്കിലും ഒരു ചുവട് ആ വിഷയത്തിൽ അവർ വെച്ചതായിട്ട് എനിക്കറിയില്ല. ഈ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിൽ ഈ സ്കൂൾ അധ്യാപികയുമായി ബന്ധപ്പെട്ട് അവരെ സംഖ്യയാക്കി, അവർ ഭയങ്കര മുസ്ലിം വിരുദ്ധയാക്കി പറയുമ്പോൾ പോലും ദർസിലെ കുട്ടികൾ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ഥാപനത്തിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവർ അഡ്മിഷൻ എടുക്കും, എന്നിട്ട് വർഷാവസാനം പരിശോധിപ്പിക്കും. 9ാം ക്ലാസ് വരെ ഒരു കുട്ടിയും സ്റ്റേറ്റ് സിലബസിൽ തോൽക്കൂല. കുട്ടികൾ 10ാം ക്ലാസ്സിലെത്തും. ഈ മദ്രസയിൽ ദർസ് പഠിപ്പിക്കുന്ന ഈ ഉസ്താദ് താരീഖ് അഖീദ പഠിപ്പിച്ചിട്ട് ഒരമണിക്കൂർ ഫിസിക്സ് പഠിപ്പിച്ചു കൊടുക്കും. ഈ ചന്ദ്രനെ പിളർത്തി എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ബയോളജി മാഷ് കുട്ടിക്ക് കെമിസ്ട്രി പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് ഈ കുട്ടീനെ കൊണ്ടുപോയി 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയോ 10ാം ക്ലാസ് പരീക്ഷയോ എഴുതിപ്പിക്കും. അവൻ്റെ SSLC കഴിഞ്ഞു. ഞാൻ പറയുന്നത് ആ കുട്ടിയുടെ സ്വാഭാവികമായിട്ടുള്ള അവകാശമായിട്ടുള്ള വിദ്യാഭ്യാസ അവകാശം നഗ്നമായി ലംഘിക്കാൻ കൂട്ടുനിൽക്കുന്ന സ്കൂളുകളുണ്ട്.
കുട്ടികളുടെ പഠനം കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ടുന്ന സാമൂഹ്യ സുരക്ഷാ വകുപ്പുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ഈ ഓർഫനേജുകളെ മാനേജ് ചെയ്യേണ്ട അതിനെ മോണിറ്റർ ചെയ്യുന്ന വകുപ്പുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അതേപോലെ തന്നെ ഈ വനിതാ ശിശു സംരക്ഷണ വകുപ്പുണ്ട്, ഇവരുടെ ക്ഷേമ വകുപ്പുണ്ട്. ഇവരൊന്നും മിണ്ടുന്നേയില്ല. ദാറുൽ ഹുദ എന്ന് പറയുന്ന കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള എല്ലാ മൂല്യന്മാരുടെയും തലപ്പത്ത മൂല്യന്മാരെ സൃഷ്ടിച്ച സ്ഥാപനം, ആ സ്ഥാപനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം നടക്കുന്ന ആ സ്ഥാപനത്തിലാണ്. കുട്ടികൾ 4ാം ക്ലാസ് കഴിഞ്ഞാൽ ഈ മതപഠനത്തിനെ കൊണ്ടുപോവാണ്. പിന്നെ ആ കുട്ടികൾക്ക് സയൻസും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ദർസിലാണ്, പള്ളി ദർസിൽ. ആ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ മൂല്യന്മാർ നാളെ രംഗത്തിറങ്ങുമോ? സംഘടനകൾ വരുമോ? അതുകൂടി നമ്മുടെ പ്രശ്നമായി മാറുമ്പോൾ അവിടെയാണ് ഞാൻ ഊന്നുന്ന കാര്യം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നമോ അങ്ങനെയൊന്നുമല്ല, മുർത്തദ്ദുകൾക്ക് വേണ്ടി മാത്രമുള്ള പ്രത്യേക പ്രശ്നമല്ല. സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നത്തിൽ മുർത്തദ്ദായി നിന്നുകൊണ്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ അന്വേഷണമാണ് മുർത്തദ് സെൻ്ററിലൂടെ ലക്ഷ്യമിടുന്നത്. വരട്ടെ നോക്കാം. മുർത്തദ് സെൻ്ററിൻ്റെ പ്രവർത്തനത്തിലൂടെ എൻ്റെ പ്രഭാഷണം കേട്ടിട്ട് മുർത്തദ്ദായ ഒരാൾ എന്നെ സമീപിച്ചാൽ അയാൾ വഴിയാധാരാവില്ല എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുക. നിലവിൽ ഇപ്പോൾ മുർത്തദ്ദായ സകല മനുഷ്യന്മാരും ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയാൻ എന്നെക്കൊണ്ട് ഇപ്പോൾ നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. എൻ്റെ മുർത്തദ് സെൻ്റർ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ജെനുവിൻ കേസിൽ അയാൾ നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങളിൽ അയാളെ സഹായിക്കാൻ ഞാൻ മുന്നിലുണ്ടാവും. അങ്ങനെ ഒരാൾ വഴിയാധാരായി പോവില്ല എന്ന് മാത്രമാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. അതിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടാവും. അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യബോധത്തോടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് പലപ്പോഴും ഈ പല അഭിപ്രായങ്ങളും പല തരക്കാരും തർക്കവും തടസ്സമാവും എന്നതുകൊണ്ടാണ് സംഘടനാ സ്വഭാവമില്ലാത്ത ഒരു സ്ഥാപനം എന്ന എൻ്റെ ലക്ഷ്യം ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അവിടെ കാര്യങ്ങൾ നടക്കണം. തർക്കിച്ചിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. തർക്കിക്കാനും തല്ലിടാനും സമയമില്ല. ഇനിയുള്ള കുറച്ച് കാലം, ഒരു 5-10 വർഷം സജീവമായി പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ അത് ഞാനിവിടെ പ്രവർത്തിച്ചിരുന്നു എന്നതിൻ്റെ ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ മുന്നോട്ട് വരുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ബാക്കി വെക്കണം എന്നാണ് ആഗ്രഹം. അതിനു വേണ്ടിയിട്ടുള്ള എൻ്റെ എളിയ ഇനീഷ്യേറ്റീവാണ് മുർത്തദ് സെൻ്റർ. അതിൽ വേറെ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. ഒരു കാര്യം കൂടെ ഉറപ്പ് പറയുന്നു, ഞാൻ പറയുന്നത് കേട്ടിട്ട് ഒരാൾ മുർത്തദായാൽ, എൻ്റെ വാക്ക് കേട്ട് മാത്രം ഒരാൾ മുർത്തദായി എന്ന് പറഞ്ഞാൽ അയാളെ നേർമാർഗത്തിൽ കൊണ്ടുപോകാൻ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ്. അതാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.